അങ്ങനെ റാങ്കിങ് ടാസ്ക് കഴിഞ്ഞു. ഒന്നാം സ്ഥാനത്തെത്തിയത് അഭിഷേക് ശ്രീകുമാറാണ്. ഒരിക്കലും ഒന്നാം സ്ഥാനത്തെത്താൻ ചാൻസ് ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആഴ്ച പുറത്തു പോയാലോ എന്ന് വരെ ഡൗട്ടുള്ള ഒരാളാണ്. എന്തായാലും കഴിഞ്ഞ ഫാമിലി ടാസ്കിൽ ആൾക്ക് കുറച്ച് സ്കോർസ് കിട്ടാൻ ചിലപ്പോൾ ചെറുതായിട്ട് ചാൻസ് ഉണ്ട്, ഒരു സിമ്പതി വോട്ട്സൊക്കെ. എന്നിരുന്നാലും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി നല്ല വാശിയേറിയ പോരാടിയ ആൾക്കാരാണ് ജിൻഡോയും നന്ദനയും ഒക്കെ. ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച് നന്ദനയൊക്കെ 13ാമത്തെ സ്ഥാനത്താണ് വന്ന് എത്തിപ്പെട്ടത്. ജിൻഡോ സെക്കൻഡ് പൊസിഷൻ തന്നെ നിലനിർത്തി. ഇവിടെ ശ്രീധുവിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ശ്രീധു സാധാരണ വായിട്ടടിക്കുന്ന നാക്ക് ഉപയോഗിക്കേണ്ട ടാസ്കുകളിലൊന്നും അങ്ങനെ മികച്ചു നിൽക്കാറില്ല. ഇത്തവണ ശ്രീധു രണ്ടും കൽപ്പിച്ചിട്ട് എന്നുള്ള പോലെ തന്നെയായിരുന്നു. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ശ്രീധു ഇവിടെ ഏത് പൊതു കാര്യങ്ങളിലാണ് ഇടപെടാറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് ശ്രീധുവിനെ പരാജയപ്പെടുത്താൻ ട്രൈ ചെയ്തത്. ശ്രീധു ആദ്യം പോരാടിയത് 6ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്, അതും സായി കൃഷ്ണയോട്. പിന്നെ സായി കൃഷ്ണയ്ക്കായിരുന്നു ആ സമയത്ത് ഒബ്വിയസ്ലി സപ്പോർട്ട് കൂടുതൽ. സിജൊക്കെ സായി കൃഷ്ണയ്ക്കാണ് നല്ല ഗെയിം പ്ലാൻ ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞു. നന്ദന പിന്നെ ഫോണും സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, സായി കൃഷ്ണനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ 6ാം സ്ഥാനം ശ്രീധുവിന് നഷ്ടപ്പെട്ടു. ആ സമയത്താണ് അർജുനും രശ്മിനും കൂടിയിട്ട് ശ്രീധുവിനോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശ്രീധു മത്സരിച്ചത് രശ്മിൻ നിന്നിട്ടുള്ള 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ പക്ഷേ ശ്രീധു ആണ് ജയിച്ചത്. രശ്മിൻ ബാക്കോട്ട് പോകേണ്ടി വന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ജാസ്മിനെതിരെ ആ ഫിസിക്കൽ അസോൾട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്നിട്ട് ഒരു യെല്ലോ കാർഡ് റസ്മിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ റസ്മിനെ സപ്പോർട്ട് ചെയ്തില്ല. നോറയും അർജുനും എല്ലാവരും ശ്രീധുവിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ റസ്മിന് 4ാം സ്ഥാനത്ത് നിന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ഒബ്വിയസ്ലി ശ്രീധു വന്നു. ഇവിടെ അർജുൻ നന്നായിട്ട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അർജുൻ 3ാം സ്ഥാനത്താണ് നിന്നത്. അടിപൊളിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് അർജുൻ. അർജുനെതിരെയും എല്ലാവരും ആയുധമാക്കിയത് ഇവിടെ ഉണ്ടാകുന്ന പല കാര്യങ്ങളിലും ഇടപെടുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എല്ലാ വള്ളികളും ചാടി പിടിച്ചവരൊക്കെ എനിക്ക് മുമ്പേ ഔട്ടായി പോയിട്ടുണ്ട്. എനിക്ക് വാലിഡ് ആണ് എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ജാൻമണിയുടെ ഇഷ്യൂ ഒക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അർജുൻ പറഞ്ഞത് ഞാൻ ഇതുവരെ ഒരാളെയും ഫിസിക്കലിയോ മാനസികമായോ ഇവിടെ അസോൾട്ട് ചെയ്തിട്ടില്ല. ആ ഒരു പോയിന്റ് കൂടി അർജുൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടാവുന്നുണ്ട്. അഭിഷേക് ശ്രീകുമാറിനെ ക്യാപ്റ്റൻ ആക്കി, അതായത് 1ാം പൊസിഷനിൽ എത്തുന്ന ആളെ തന്നെ ക്യാപ്റ്റൻ ആക്കിയിട്ട് അനൗൺസ് ചെയ്തു ബിഗ് ബോസ്. അത് മുന്നേ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ക്യാപ്റ്റൻസി ടാസ്കായി കൺസിഡർ ചെയ്യും എന്നുള്ള ഒരു കാര്യം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2ാമത്തെ കാര്യം 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച നന്ദനയൊക്കെ 13ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ്.